വ്യാസൻ എങ്ങനെയാണ്ടായത്? ചിലർ പറയും വ്യാസൻ ബ്രാഹ്മണ മകനാന്നൊക്കെ പറയും. അമ്മ ആരാണ്? കൈവർത്ത കന്യകയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഭവിഷ്യപുരാണത്തിലും മഹാഭാരതത്തിലും ഒക്കെ പറയുന്നുണ്ട്. ധീവര സ്ത്രീയാണെന്ന് തന്നെ പറയുന്നുണ്ട്. മുക്കുവ രാജാവിന്റെ മകളാണ്, വളർത്തുമകളാണ്. അവരുടെ അച്ഛൻ ഒരു ക്ഷത്രിയ രാജാവാണ്, ഉപരിചര വസുവാണ് എന്ന് പറയാം. പക്ഷെ ഉപരിചര വസു ഒരു മത്സ്യ സ്ത്രീയിലാണ് അദ്ദേഹത്തിന്റെ ആ ബീജം പോയിട്ട് വീണത്. ഒരു മത്സ്യത്തിലാണ് വീണത് എന്നാണ് പറഞ്ഞത്. അപ്പം മത്സ്യം എന്ന് പറയുമ്പോൾ മത്സ്യ സ്ത്രീ എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം തന്നെ മനസ്സിലാക്കാം അവളുടെ അച്ഛൻ ക്ഷത്രിയനാണെങ്കിലും അമ്മ ഒരു ധീവര സ്ത്രീ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് മത്സ്യരാജാവും അദ്രിക എന്നാണെന്ന് തോന്നുന്നു പേര് സംശയമുണ്ട്. ഏതായാലും അദ്രികയുടെ മകളായിട്ടാണ് ഈ കാളി ജനിക്കുന്നത്. അദ്രിക ആരാ? മത്സ്യമായിട്ട് ശാപം കിട്ടിയ അപ്സരസാണ്. അപ്പൊ മത്സ്യമായി ശാപം കിട്ടിയ അപ്സരസ എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥം? മത്സ്യം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു മത്സ്യവുമായിട്ട് മത്സ്യബന്ധനവുമായിട്ടും ഒക്കെ ഒരു ബന്ധമുള്ള ഒരു സമൂഹം തന്നെയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ആലങ്കാരികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ജാതോ വ്യാസസ്തു കൈവർത്തിയ സ്വപാക്യാസ്തു പരാശര. വ്യാസൻ എങ്ങനെ ജനിച്ചു എന്നാ അവിടെ പറഞ്ഞത് ഭവിഷ്യപുരാണത്തിൽ? കൈവർത്ത കന്യകയിലാണ് ജനിച്ചത് എന്നാവർ. സ്വപാക്യാസ്തു പരാശര തപസാ ബ്രാഹ്മണോ ജാത സംസ്കാരസ്തേന കാരണം. ഈ വ്യാസന്റെ അച്ഛനായ പരാശരനോ ഒരു നായയെ ഭക്ഷിക്കുന്ന സമൂഹം, ശപാകം എന്നാ പറയുക. ആ ശപാകൻ സ്ത്രീയുടെ മകനായിട്ടാണ് പരാശരൻ ജനിച്ചത്. എങ്ങനെ അവരൊക്കെ ബ്രാഹ്മണരായി? ഭവിഷ്യപുരാണം പറയുന്നു തപസാ ബ്രാഹ്മണോ ജാത സംസ്കാരസ്തേന കാരണം. തപസ്സുകൊണ്ടാണ് അവരൊക്കെ ബ്രാഹ്മണരായി തീർന്നത്. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്.